ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു കട്ട്ലറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ അല്പം ഉള്ളി വഴറ്റിയെടുക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം എന്ന് അറിയിക്കുകയാണ്. കൂടെ കൂട്ടാനും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബ് നമ്മളെ വിജയത്തിലെത്തിക്കാം. ഉള്ളി നല്ലപോലെ വഴഞ്ഞതിന് ശേഷം ഉള്ളി വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. അല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നു. ഇനി വഴറ്റിയ മസാല നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ച ചിക്കൻ പൊടിച്ചതും ഉരുളക്കിഴങ്ങ് പൊടിച്ചതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കട്ട്ലറ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇത് ചെറിയ ഉരുളകളായി ഉരുട്ടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതുപോലെ ഉരുളകളാക്കി നമ്മൾക്കൊരു 10 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് 10 കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 4 കഷ്ണം ബ്രെഡ് പൊടിച്ചെടുക്കുന്നു. നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തു. ഈ ബ്രെഡിൻ്റെ പൊടിയിലാണ് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ 3 മുട്ട മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത മുട്ടയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ ഒന്ന് പരത്തി റൗണ്ട് ഷേപ്പിലാക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം റിസ്കിലൊന്നും മുക്കിയെടുക്കണം. എന്നിട്ട് മുട്ടയിൽ മുക്കി രണ്ടാമതും നമ്മൾ ഇതുപോലെ ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കണം. ബ്രെഡ് പൊടിയിൽ മുക്കിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇതുപോലെ ഓരോ ബോളും നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി മുക്കിയെടുക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾക്ക് 10 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കോരിയെടുക്കുന്നതാണ്. ഈ കളറാകുമ്പോൾ കോരിയെടുക്കാം. ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മസാലകളൊന്നും അധികം ചേർക്കേണ്ടതില്ല. ഞാൻ ചേർത്ത പോലെ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ മതി. എന്നാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് 10 പീസും ശരിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരു ചായ കൂടി തുടങ്ങുകയാണ്.